നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചില മോശം ശീലങ്ങളൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പുകവലി, മദ്യപാനം, ഡ്രഗ് അഡിക്റ്റ് ആവുക, അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ യൂട്യൂബ് വീഡിയോകൾ അല്ലെങ്കിൽ റീൽസ് പോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ട് അനവധി രാത്രി നേരം വെളുക്കുകളൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ ടി വി സീരിയലുകൾ കാണുക. ഇങ്ങനെ മോശം ചില ശീലങ്ങളെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പോലും ഒന്ന് തുടങ്ങിയാൽ മതി, അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ജീവിത അവസാനം വരെയൊക്കെ നമ്മുടെ സംസ്കാരമായിട്ടൊക്കെ മാറിപ്പോകാറുണ്ട്. അപ്പോൾ നേരെ മറിച്ച് നല്ല ശീലങ്ങൾ നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ തുടങ്ങിയാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുക, ജിംനേഷ്യങ്ങളിലൊക്കെ പോവുകയോ അല്ലെങ്കിൽ യോഗ പരിശീലിക്കുകയോ, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടാക്കുകയോ, ഹെൽത്തി ഫുഡ് കഴിക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതുന്ന ശീലം, ജേണൽ എഴുതുന്ന ശീലം, നമ്മുടെ അംബീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, ഇങ്ങനെ ചില ശീലങ്ങളൊക്കെ നമ്മളൊന്ന് തുടങ്ങുകയെന്ന് വിചാരിക്കുക. അത് നമ്മളൊരു ഏറിയാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ കഴിഞ്ഞാൽ നമ്മളിതിനെയൊക്കെ ഉപേക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോട്ടിവേഷൻ കിട്ടിയ സ്ഥലത്ത് നിന്ന് അതിൻ്റെ ആളുകൾ വന്ന് നമ്മളോട് ചോദിക്കും, എന്താണ് നിർത്തിയെന്ന് ചോദിച്ചാൽ പറയും, എനിക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ജോലി തിരക്കുകളൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ അടുത്ത വർഷം ന്യൂ ഇയർ റെസൊല്യൂഷനിൽ ഇത് വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ ന്യായം പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. നല്ല ശീലങ്ങൾ നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട് ബോധപൂർവം ചെയ്യാൻ തുടങ്ങിയാലും ഇത് നമ്മളെ പെട്ടെന്ന് വിട്ടുപോവുകയും, മോശം ശീലങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാതെ തന്നെ ആരുടെയെങ്കിലും നിർബന്ധപൂർവ്വമാണെങ്കിലും ഒന്ന് തുടങ്ങിക്കിട്ടിയാൽ ഇത് പിന്നീട് നമ്മുടെ ശീലമായിട്ടൊക്കെ മാറുകയും വളരെ പെട്ടെന്ന് മാറുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതിൻ്റെ രഹസ്യം നമുക്ക് ജെയിംസ് ക്ലിയർ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്കിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം നമുക്ക് ഈ വരുന്ന ഞായറാഴ്ച വെളുപ്പിന് 4:45 സ്മൈൽ സാധനയിൽ ഗൂഗിൾ മീറ്റിലൂടെയുള്ള ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരെയും ഈ ചർച്ചയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു.